മാസപ്പടി കേസിൽ 185 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടും. കള്ളക്കണക്കുകളിലൂടെ CMRL സമാഹരിച്ചത് 182 കോടി രൂപ. നിലവിൽ 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. വീണയുടെ 2.61 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ED മരവിപ്പിക്കും. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ ഭൂസ്വത്തുക്കളും കണ്ടുകെട്ടും. സർക്കുലർ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളിലൂടെ 15 വർഷത്തിനുള്ളിൽ 182 കോടി രൂപയുടെ ക്രമക്കേടാണ് CMRL നടത്തിയിരുന്നത്. കുടുംബ സ്ഥാപനങ്ങളിലേക്ക് പലവിധ കരാറുകളുടെ പേരിൽ പണം കൈമാറി വീണ്ടും തിരികെ എത്തിച്ചും ചരക്ക് നീക്കത്തിന്റെ കരാർ എന്ന പേരിൽ ചില ട്രാൻസ്പോർട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ച് ഇവർക്ക് നിശ്ചിത കമ്മീഷൻ നൽകി ഇതേ തുക തിരികെ വാങ്ങിയുമെല്ലാമായിരുന്നു 182 കോടിയുടെ കള്ളപ്പണ ഇടപാടെന്നാണ് ED കണ്ടെത്തിയത്. ഇതിൽ 28.83 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് CMRL MD ശശിധരൻ കർത്ത, കുടുംബാംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടേതായി നിലവിൽ മരവിപ്പിച്ചിട്ടുള്ളത്. ആകെ മരവിപ്പിച്ച 29 കോടി രൂപയിൽ 16.5 ലക്ഷം രൂപ വീണയുടെയും വീണയുടെ സ്ഥാപനങ്ങളുടെയും പേരിലുള്ള നിക്ഷേപങ്ങളാണ്. ഇതിന് പുറമെയുള്ള തുകയ്ക്ക് തുല്യമായ സ്വത്തുക്കളാണ് ED ഇനി കണ്ടുകെട്ടുക. കേസിൽ ഉൾപ്പെട്ടവരുടെ ഭൂമി, കെട്ടിടങ്ങൾ എന്നിവയാണ് കണ്ടുകെട്ടുക. ഇതിന് മുന്നോടിയായി ആദ്യം ഈ സ്വത്തുക്കൾ മരവിപ്പിക്കും. CMRL സ്ഥാപക MD ശശിധരൻ കർത്തയുടെ 11.7 കോടി, മകൻ ശരണസ് കർത്തയുടെ 2.96 കോടി, ശശിധരൻ കർത്തയുടെ ഭാര്യ JS കർത്തയുടെ 5.17 കോടി, മകൾ ഷിബി ശശിധരൻ കർത്തയുടെ 1.38 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് ED മരവിപ്പിച്ചിട്ടുള്ളത്. ജനം, കൊച്ചി.